ഹായ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊളപ്പുള്ളിയിലെ മറൈൻ എക്സ്പോ നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. നിങ്ങൾക്ക് യഥാർത്ഥ ലൊക്കേഷൻ മനസ്സിലായില്ലെങ്കിൽ പട്ടാമ്പിൽ നിന്ന് കുളപ്പുള്ളിയിലേക്കുള്ള റോഡിൽ കുളപ്പുള്ളി എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഒരാൾക്ക് 110 രൂപയാണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത്. അത് മാത്രമല്ല 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഫീസ് മാത്രമാണ് 110 എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നമുക്ക് യന്ത്രയൂഞ്ഞാലും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ അവരുടെ ഓരോ കൗണ്ടേഴ്സ് ഉണ്ടാവും, അതിൽ നമ്മൾ കൊടുക്കണം. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്പൈക്കുട്ടനെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും സ്പൈക്കുട്ടൻ ആരാന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്പൈക്കുട്ടനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ മറൈൻ എക്സ്പോ എന്ന് പറയുന്നത് ദിവസവും 4 മണി മുതൽ 10 മണി വരെയാണ് അവരുടെ ടൈം വരുന്നത്. അപ്പം ഞങ്ങൾ പോയപ്പോൾ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്പൈക്കുട്ടനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അവിടെ തന്നെ നമുക്ക് ഒരുപാട് മീനുകളൊക്കെ കാണാൻ കഴിയും. ഒരുപാട് കളറിലുള്ളതും അതുപോലെ തന്നെ വലുപ്പത്തിലുള്ളതും ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒന്നും പേരൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് തരം മീനുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ളൊക്കെ ഗോൾഡി ഫിഷുകളാണെന്ന് തോന്നുന്നു. ഒരു തരം ചെറിയ ചെറിയ കളറുകളോട് കൂടിയിട്ടുള്ള മീനുകളാണ് ഇത്. മാത്രമല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് കൂളാക്കാൻ വേണ്ടി തന്നെ അവർ AC കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് പേരുകൾ പോലും പറയാൻ പറ്റാത്ത ഒരുപാട് മീനുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സൈഡുകളിലായിട്ട് എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഫിഷിൻ്റെ ഒരു കളക്ഷനാണെന്ന് തോന്നുന്നു. കാരണം അത്രയും നമ്മൾക്ക് കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളും അതുപോലെ തന്നെ വലുപ്പത്തിലുള്ള ഒരുപാട് മീനുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീനുകളുടെയൊക്കെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പോകുന്നത് പാമ്പിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഇവിടെ പാമ്പിൻ്റെ സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ആകെ ഒരു പാമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇഗ്വാനകളൊക്കെ കാണാൻ കഴിയും.
ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം മത്സ്യകന്യകയുടെ അടുത്താണ് കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് വേറെയും കുറേ കാഴ്ചകൾ. ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഈ മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് അവസാനിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പിന്നെ കുറേ കച്ചവടങ്ങളിലേക്കാണ്. ലാസ്റ്റ് അതായത് നമ്മുടെ പണ്ടത്തെ മിഠായികൾ, അതുപോലെ കടിച്ചാപ്പിറച്ചി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരുപാട് മിഠായികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മളിങ്ങനെ കയ്യിലിട്ട് കറക്കിയിട്ട് കഴിക്കുന്ന മിഠായി, അങ്ങനത്തെ ഒക്കെ ഒരുപാട് പണ്ടത്തെ മിഠായികളുടെ കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അവരുടെ ഇതിന് ഇട്ടിട്ടുള്ള പേര് തന്നെ ഓൾഡീസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഇതാണ്. പഴയ മിഠായികളുടെ ഒരു ഓർമ്മ പുതുക്കൽ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് കുറച്ച് ചിപ്സും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ നമുക്ക് വരുന്നത് അവർ ലൈവായിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ, കഴിക്കാനായിട്ട് തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയുള്ളൊരിത്. അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ കോഴിക്കോടൻ ഹലുവയാണ് കേട്ടോ കാണുന്നത്. മീനിൻ്റെയും കച്ചവടത്തിൻ്റെയും സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും കളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആകപ്പാടെ കയറിയിട്ടുള്ളത് വേറൊരു ഐറ്റത്തിലാണ്. കാരണം അത്രയ്ക്കൊന്നും ആൾക്കാർ ആ നേരത്തെ അവിടെ അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നില്ല. കാരണം 4 മണി to 10 മണി വരെയാണല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാം കുറച്ച് വൈകിട്ട് വരികയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈമിലായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ പോയിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിലാണ് കേട്ടോ. ഈ ആകാശ ഊഞ്ഞാൽ എന്ന് പറയുന്ന ഈ സംഭവത്തിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് പറയാനെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ മേലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ താഴത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് ആ നേരത്തെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലും കൂടിയും കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം അച്ഛനും അമ്മയൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഭാഗം ഞങ്ങൾ ചൂസ് ചെയ്തില്ല കേട്ടോ. അപ്പൊ പോവാല്ലേ? ഓക്കേ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. പാപ്പി അയ്യോ എടാ ഭ്രാന്തൻ, അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ. എന്താ ഇയാൾ കളിക്കുന്ന സുനാപ്പി എന്ത്? അയ്യോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.